ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മരിപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് മധുസൂദനും മഹിമയും നല്ല രീതിയിൽ തന്നെ രേവതിയെ കള്ളിയാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടല്ലേ. ആ ഒരു സമയത്ത് നമ്മുടെ സച്ചി മാന്യമായ രീതിക്കൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും മധുസൂദനും മഹിമയും അത് ഉൾക്കൊള്ളുന്നില്ല. അവർ മനഃപൂർവ്വം രേവതിയെ കള്ളിയാക്കാനായി തന്നെ ശ്രമിക്കുകയാണ്. അവസാനം ക്ഷമ കിട്ടാൻ നമ്മുടെ സച്ചി മധുസൂദനക്കാട്ടെ രണ്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ടുതന്നെ വർഷയുടെ ശ്രീകാന്തിന്റെ ഉള്ളിൽ ചെറിയൊരു തെറ്റിദ്ധാരണ ഉണ്ടാവുകയാണ്. കാരണം ഇതിനു മുന്നേ എന്താ സംഭവിച്ചതെന്ന് അവർ അറിയുന്നില്ല. മധുസൂദൻ തല്ലിയതിന്റെ പേരിൽ വർഷ സച്ചിയോടായിട്ട് ബഹളമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അവസാനം സച്ചി ഞാൻ ഈ ഒരു ചടങ്ങിന് പങ്കെടുക്കേണ്ട യാതൊരുവിധ കാര്യം ഉണ്ടായിരുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് രേവതിയെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോവാൻ കേട്ടോ. സച്ചി പോയതിന്റെ തൊട്ടുപുറകെ തന്നെ മഹിമ പറയുന്നുണ്ട്, നീ കണ്ടില്ലേ നിന്റെ അച്ഛനെ അവർ എല്ലാവരും മുന്നിൽ വെച്ച് തല്ലിയത്, ഇതിലുപരി എന്താ വേണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും മധുസൂദനും പറയുകയാണ് കേട്ടോ, മോളെ വർഷ ഇത്രയും വേണ്ടായിരുന്നു, എന്തായാലും അച്ഛന് ഭയങ്കര സന്തോഷമായി, അന്ന് അവൻ വീട്ടിൽ വന്ന് എന്നെ തല്ലി, ഇപ്പൊ ഇത്രയും നാട്ടുകാർക്ക് മുന്നിൽ വെച്ച് അവൻ എന്നെ തല്ലി, ഇത്രയും അച്ഛനെ അപമാനിക്കണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മധുസൂദനൻ വലിയ നാടകങ്ങളാണ് അവിടെ കളിക്കുന്നത്. അപ്പൊ ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ വർഷയ്ക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. പെട്ടെന്ന് തന്നെ മഹിമ പറയുന്നുണ്ട്, അച്ഛനോട് ഇത്രയും ക്രൂരത കാട്ടിയ അവന്റെ വീട്ടിലേക്ക് നിനക്കിനി പോകണമോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും വർഷ പിന്നെ ഞങ്ങളുടെ വീട്ടിലത് എവിടെയാണ് നിൽക്കേണ്ടത്, അവന്റെ ഭർത്താവിന്റെ വീട്ടിലാണ് അവൾ നിൽക്കേണ്ടത്, വർഷ ഞങ്ങളുടെ കൂടെ പോരുമെന്നൊക്കെ നമ്മുടെ രവി പറയാണ്ട്. ഇത് കേൾക്കുന്ന സമയത്ത് മധുസൂദൻ പറയുന്നത്, പക്ഷേ അച്ഛൻ ഇത്രയും തല്ലി ആ വീട്ടിലേക്ക് നിനക്ക് പോകണമോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ചന്ദ്ര വന്നിട്ട് വർഷയോടായിട്ട് സംസാരിക്കുന്നത്, മോളെ വർഷ എല്ലാം മറക്കാം, എന്നാലും വീട്ടിൽ ചെന്നതിന് ശേഷം അവനുമായിട്ട് ഞാൻ സംസാരിക്കാം, ഈ ഒരു പ്രശ്നം ഒത്തുതീർപ്പാക്കി തരാമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വർഷ പറയുന്നുണ്ട്, ഞാൻ വീട്ടിലേക്ക് ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് തന്നെ അവിടെ നിന്ന് പോവാട്ടെ. ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ട് ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് ശ്രീകാന്ത് കടലിന്റെ രാക്ഷസന്റെ നടുക്കായിട്ട് നിൽക്കാണ്ട്. കാരണം ഏത് വശത്തേക്ക് പോകണമെന്നറിയാതെ നിൽക്കുകയാണ്. തൻ്റെ ഭാര്യയാണെങ്കിൽ സ്വന്തം വീട്ടിലേക്ക് പിണങ്ങിപ്പോയിരിക്കുന്നു, അച്ഛനെയും അമ്മയെയും സങ്കടപ്പെടുത്താൻ പറ്റില്ല, അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് നമ്മുടെ ശ്രീകാന്ത്. ഈ സമയത്ത് തൻ്റെ തന്ത്രങ്ങളെല്ലാം തന്നെ ഫലിച്ചു എന്നുള്ള സന്തോഷത്തിൽ നിൽക്കുകയാണ് മധുസൂദനും മഹിമയും. അതേസമയം തന്നെ മീരയും ശ്രുതിയാകട്ടെ, ഇത് നമ്മളൊന്നും ചെയ്യേണ്ടി വന്നില്ല, നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ കാര്യങ്ങൾ നടന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെയധികം സന്തോഷം നിൽക്കാട്ടെ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മധുസൂദനും മഹിമയ്ക്കും പുറമെ വളരെയധികം സന്തോഷം നിൽക്കുന്നത് നമ്മുടെ ശ്രുതിയും മീരയും തന്നെയാണ്. എന്നിട്ട് ശ്രുതിക്ക് വരെ ഭയങ്കര സങ്കടമാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ വർഷ പോയതിന് തൊട്ടുപുറകെ തന്നെ രവി ശ്രീകാന്തിനോട് വന്നിട്ട് പറയുന്നത്, ശ്രീകാന്തെ വർഷയുടെ പിണക്കമൊക്കെ മാറിയതിന് ശേഷം നീ അവളെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. തൊട്ടുപുറകെ തന്നെ ശ്രുതിയും വർഷയും പോകുന്നുണ്ട് കേട്ടോ. എന്നാൽ നമ്മുടെ ചന്ദ്രയ്ക്കാകട്ടെ ഇതുവരെ അവിടെ നിർത്തിയിട്ട് പോയ മാനസിക ബുദ്ധിമുട്ടിൽ തന്നെ നിൽക്കുകയാണ്. എന്നിരുന്നാലും നമ്മുടെ രവി പോയത് കൊണ്ട് തന്നെ പിന്നാലെ തന്നെ ചന്ദ്രയും ചെല്ലുവാണ്. വീട്ടിലേക്ക് ചെന്നതിന് ശേഷം ചന്ദ്ര തൻ്റെ കയ്യിലുള്ള ബാഗ് സോഫയിലേക്ക് ഇട്ടതിന് ശേഷം അവൾ ആകെ ദേഷ്യത്തിലിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ശ്രുതി വന്നിട്ട് പറയുന്നത്, അമ്മ ഇത്രയധികം ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക് BP കൂടുമെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കൂടട്ടെ, അങ്ങനെ കൂടിയെങ്കിലും ഞാൻ തീരട്ടെ, ഇതിനും വലുത് ഇതിനും നല്ലത് അത് തന്നെയാണല്ലോ, എനിക്കതിന് ആൾക്കാരുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും, മഹിമയ്ക്ക് ഞാൻ വാക്ക് കൊടുത്തതായിരുന്നു, ആ ഒരു ചടങ്ങിൽ യാതൊരുവിധ പ്രശ്നം ഉണ്ടാവില്ല, എൻ്റെ വാക്ക് തെറ്റിയില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്ര പരമാവധി തന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കാൻ നമ്മുടെ സച്ചിയെ രേവതി. ഈ ഒരു സമയത്താണ് രവി അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. രവി വന്ന ഉടനെ തന്നെ പറയുന്നുണ്ട്, നീ എന്താ ഇത്രമാത്രം ഉറഞ്ഞു തുള്ളാൻ, എന്താ ഇവിടെ സംഭവിച്ചെന്ന് ചോദിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായതൊന്നും തന്നെ നിങ്ങൾ കണ്ടില്ലേ എന്ന് ചന്ദ്ര ചോദിക്കുന്നുണ്ട്. അവിടെ ഉണ്ടായതെല്ലാം ഞാൻ കണ്ടു എന്ന് രവി പറയുന്ന സമയത്ത്, എന്നാലും ഞാൻ പറഞ്ഞതല്ലേ അവനെ ഈ ചടങ്ങിന് കൂട്ടിക്കൊണ്ട് വരരുത്, നിങ്ങളുടെയൊക്കെ നിർബന്ധം കൊണ്ടല്ലേ അവൻ വന്നത്, അവൻ വന്നതുകൊണ്ടാണ് ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായതെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് സച്ചി ഒരിക്കലും കുറ്റപ്പെടുത്താനാവില്ല. അവനവന്റെ ഭാര്യയെ കുറ്റപ്പെടുത്തി ആര് സംസാരിച്ചാലും ആർക്കായാലും ഇഷ്ടപ്പെടുകയില്ല, അത് തന്നെ അവനവിടെ ചെയ്തോളൂ എന്നൊക്കെ രവി പറയുമ്പോഴത്തേക്കും എന്തായാലും അവൻ ചെയ്തത് മോശമായി പോയി, വർഷയുടെ അച്ഛന് വർഷയുടെ മുന്നിൽ വെച്ച് തല്ലേണ്ട കാര്യമില്ലായിരുന്നു എന്ന് ശ്രുതി പറയുന്നുണ്ട്. ആ പറഞ്ഞത് നേരാണ്, പക്ഷേ അയാളുടെ വായിൽ നിന്ന് വീണ വാക്കുകളെല്ലാം തന്നെ നിങ്ങൾ കേട്ടതല്ലേ എന്നൊക്കെ ഇങ്ങനെ രവി ചോദിക്കുന്ന കൂട്ടത്തിൽ തന്നെ ചന്ദ്രയോടായിട്ട് ചോദിക്കുന്നുണ്ട്, രേവതി കള്ളിയാണ് നിനക്ക് തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും, അല്ല കള്ളത്തരം ആർക്ക് വേണേലും എപ്പോൾ വേണേലും ചെയ്യാമല്ലോ എന്നാണ് ചന്ദ്ര മറുപടി പറയട്ടെ. ഇത് കേൾക്കുന്ന സമയത്ത് രവി പറയുന്നുണ്ട്, എൻ്റെ മരുമകൾ അങ്ങനത്തെ ഒരാളല്ല, അവൾ മാന്യമായി ജീവിക്കുന്ന ഒരാളാണ്, പണിയെടുത്ത് ജീവിക്കുന്ന ആളാണെന്നൊക്കെ ചന്ദ്രയോട് പറയുന്ന സമയത്ത് ചന്ദ്രക്ക് ഇഷ്ടപ്പെടുന്നില്ല. ചന്ദ്ര പണിയെടുത്ത് ജീവിക്കുന്നത്, അതുകൊണ്ടാണല്ലോ അവിടെ ചെന്ന് അങ്ങനെ ഒരു കാര്യം ചെയ്തത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും, നീ മിണ്ടിപ്പോരുത്, നീ അങ്ങനെ ഒരു വാക്ക് ഇവിടെ സംസാരിച്ച ചന്ദ്ര, നിനക്കറിയാം രേവതി എന്താണെന്ന്, എന്നിട്ട് നീ മനഃപൂർവ്വം അവളെ കള്ളിയാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ എൻ്റെ മറ്റൊരു മുഖം കൂടി നീ കാണേണ്ടി വരും, നിന്റെ നാവെടുത്ത് മിണ്ടായിരിക്കുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രവി ചന്ദ്രയുടെ ദേഷ്യപ്പെട്ടു. ഇത് കേട്ടുകൊണ്ട് നമ്മുടെ ചന്ദ്ര ഒന്ന് പതറുന്നുണ്ട്. ചന്ദ്ര മാത്രമല്ല ശ്രുതി ഒന്ന് പതറുകയാണ് കേട്ടോ. അതിനുശേഷം രവി ശ്രുതിയോടായിട്ട് ചോദിക്കുന്നു, ശ്രീകാന്ത് വന്നു എന്ന് ചോദിക്കുന്ന സമയത്ത് അവൻ വന്നില്ല, അവൻ്റെ ഭാര്യ പോയതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ ആ വീട്ടിലേക്ക് പോയി എന്ന് ശ്രുതി മറുപടി പറയുന്നുണ്ട്. വേഗം തന്നെ ചന്ദ്ര പറയുന്നത്, അവൻ ഈ വീട്ടിലേക്ക് വരികയില്ല, എനിക്ക് ഉറപ്പാണ്, അവൻ്റെ ഭാര്യയുടെ കൂടെ അവരുടെ വീട്ടിലാണ് നിൽക്കുക എന്നൊക്കെ പറയാണ്. പെട്ടെന്ന് തന്നെ രവി പറയും, നിങ്ങൾ ആരും പേടിക്കൊന്നും വേണ്ട, ഞാൻ ചില ശ്രീകാന്തിനെ വിളിക്കട്ടെ, വർഷയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരാനായിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് രവി ഫോൺ ചെയ്യാണ്ട് റൂമിലേക്ക് ചെല്ലുകയാണ് കേട്ടോ.
റൂമിൽ ചെന്നതിന് ശേഷം ശ്രീകാന്തിനെ ആദ്യം ഒന്ന് വിളിക്കുന്നുണ്ട്. അന്നേരം ശ്രീകാന്ത് മനഃപൂർവ്വം കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. രണ്ടാമതോടെ വിളിക്കുന്ന സമയത്ത് ശ്രീകാന്ത് കോൾ എടുക്കാണ്. പെട്ടെന്ന് തന്നെ രവി ചോദിക്കും, നീ എന്താ ഫോൺ എടുക്കാതെ, നീ എന്താ ജോലി സ്ഥലത്താണോ എന്ന് ചോദിക്കുമ്പോൾ, അല്ല അച്ഛാ, ചടങ്ങ് നടന്നോടത്താണ് ഞാനുള്ളത്. എൻ്റെ മാനസികാവസ്ഥ അതുപോലെയാണ്. ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്കറിയില്ല. എനിക്ക് വീട്ടിലേക്ക് വരണമെന്നുണ്ട്. പക്ഷേ ഇവിടെ തന്നെ ആക്കിയിട്ട് വരാനും പറ്റുകയില്ല. എന്തായാലും ഞാനാണല്ലേ, ആരെന്ത് ചെയ്താലും ഞാനാണല്ലോ അനുഭവിക്കാൻ നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകാന്ത് ആകെ സങ്കടപ്പെടാണ്ട്. ഇത് കേൾക്കുന്ന സമയത്ത് രവി പറയുന്നത്, മോൻ എന്നൊന്നും ടെൻഷനൊന്നും അടിക്കൊന്നും വേണ്ട. മോൻ വർഷയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ടോ, ഇവിടെ വന്നതിന് ശേഷം നമുക്ക് എല്ലാ കാര്യങ്ങളും വർഷയെ പറഞ്ഞ് മനസ്സിലാക്കാം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും, ഒരിക്കലും ഇല്ല അച്ഛാ, അവളെ ഞാൻ പറഞ്ഞിട്ട് പോലും മനസ്സിലാക്കുന്നില്ല. എങ്ങനെ അവളെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നും എനിക്കറിയില്ല. ഞാനെന്തായാലും ഇപ്പോൾ വീട്ടിലേക്കില്ല എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് കോള് കട്ട് ചെയ്യുകയാണ്. ശ്രീകാന്തിന്റെ സംസാരം നമ്മുടെ രവിയെ മാനസികമായി തന്നെ തകർക്കാണ് കേട്ടോ. പിന്നീട് രവി താഴത്തേക്ക് വന്നതിന് ശേഷം ചന്ദ്രനായിട്ട് പറയുന്നത്, അവൻ വർഷയും കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് നീ എന്തായാലും ഭക്ഷണം കഴിക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് രവി വളരെയധികം സങ്കടത്തോടെ തന്നെ അവിടെ നിന്ന് പോവുകയാണ്. രവി പോയതിൻ്റെ തൊട്ടുപുറകെ തന്നെ ചന്ദ്ര പറയുന്നുണ്ട്, അവൻ വരാൻ പോകുന്നില്ല. അദ്ദേഹത്തിന്റെ സംസാരം കേട്ട് എനിക്കറിയാം. ഞാൻ ഭക്ഷണം കഴിക്കാനായിട്ട് അദ്ദേഹം മനഃപൂർവ്വം അവർ വരുമെന്ന് പറയുന്നതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്ര ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇതേ സമയം തന്നെ രേവതിയെയും കൂട്ടിക്കൊണ്ട് തിരികെ വരുന്ന സച്ചി ഒരു റെസ്റ്റോറൻറ്റ് ഫ്രണ്ടിൽ നിർത്തുകയാണ്. രേവതി ഇതുണ്ട് എവിടെയെന്ന് ചോദിക്കുന്ന സമയത്ത് റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാനല്ലാതെ വരുന്നത്, അല്ലാതെ സിനിമ കാണാനല്ല, നീ ഇറങ്ങാൻ പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ രേവതി പറയും, ഭക്ഷണം കഴിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല സച്ചിയേട്ടാ, ഞാൻ നമുക്ക് വീട്ടിലേക്ക് പോകാമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും സച്ചി വേഗം കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് രേവതിയോടായിട്ട് പറയുന്നുണ്ട്, നീ ഭക്ഷണം കഴിക്കുന്നുണ്ട്, വീട്ടിലേക്ക് ചെന്നതിന് ശേഷം നിനക്ക് ഒരു തുള്ളി പോലും ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അതേ രീതിയിൽ എൻ്റെ അമ്മ കുത്തുവാക്കൾ പറയും. മാത്രമല്ല കഴിക്കാൻ അവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും, അതൊന്നും കുഴപ്പമില്ല സച്ചിയേട്ടൻ, നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് രേവതി പറയുന്നുണ്ട്. അതല്ല രേവതി, ഭക്ഷണം കഴിക്കണം, ഭക്ഷണം കഴിച്ചാൽ മാത്രമേ അവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നീ തളർന്നു പോകാതിരിക്കുകയുള്ളൂ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക്, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിനല്ലേ സത്യയുടെ തളർച്ചയില്ലാതെ വരികയുള്ളൂ, മനസ്സിന് യാതൊരുവിധ മാറ്റവും വരുന്നില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിനും മനസ്സിനും ഉന്മേഷം കിട്ടുമെന്നാണ് എൻ്റെ അച്ഛമ്മ പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ നമ്മുടെ സച്ചി പറയട്ടെ. ഈ സമയത്ത് രേവതി പറയുന്നുണ്ട്, എന്തായാലും അച്ഛമ്മ വരാൻ നന്നായി, അങ്ങനെയാണെങ്കിൽ അച്ഛമ്മയ്ക്ക് ഈ ഒരു ചടങ്ങിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് സങ്കടമായെന്നൊക്കെ പറയുമ്പോഴത്തേക്കും സച്ചി പറയുന്നുണ്ട്, പിന്നെ സങ്കടം, അച്ഛമ്മ എന്നേക്കാളും മുന്നേ അവനെക്കെട്ട് രണ്ടെണ്ണം പൊട്ടിച്ചേനെ, അച്ഛമ്മയും കൂടെ വന്നിരുന്നെങ്കിൽ, നിനക്കറിയാലോ അച്ഛമ്മയുടെ സ്വഭാവം എന്നൊക്കെയാണ് സച്ചി പറയുകയാണ്. അതിനുശേഷം രേവതിയെ ഭക്ഷണം കഴിക്കാനായിട്ട് നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് പോകാനെടുക്കുന്ന സമയത്ത് രേവതി വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് രേവതി വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് അവിടെ തന്നെ നിൽക്കുകയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് സച്ചി പറയുന്നുണ്ട്, ഇപ്പം നീ എൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാവുന്നില്ല എന്നാണെങ്കിൽ ഞാൻ വേറൊരിടത്തേക്ക് പോകും, ഞാൻ നിന്നെ വീട്ടിലാക്കിയതിന് ശേഷം മദ്യം കഴിക്കാനായിട്ട് പോകും, 2 കുപ്പി കഴിച്ചാലും ഞാൻ ഫിറ്റ് ആവുകയില്ല എന്നൊക്കെ രേവതിയോട് പറഞ്ഞതിന് ശേഷം സച്ചി വണ്ടി എടുക്കാനായിട്ട് പോകുന്ന സമയത്ത് രേവതി ഒന്ന് പതറുന്നുണ്ട് കേട്ടോ. വേഗം തന്നെ സച്ചിയുടെ കൈകളിൽ പിടിച്ചിട്ട് പറയുന്നുണ്ട്, സച്ചിനെ എങ്ങോട്ടും പോകണ്ട, വാ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് സച്ചിയും കൂട്ടിക്കൊണ്ട് റെസ്റ്റോറൻറ്റിലേക്കായിട്ട് പോവുകയാണ്. ഇതേ സമയം തന്നെ മധുസൂദനും മഹിമയും തൻ്റെ സ്വന്തം വീട്ടിൽ തൻ്റെ പ്ലാനിങ് എല്ലാം സക്സസ് ആയി എന്നുള്ള സന്തോഷം നിൽക്കുകയാണ്. ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.